ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമായ കർത്താവെ, വീണ്ടും ഒരു നോമ്പ് ദിനാചരണം കൊണ്ടാടുകയാണ്. ദൈവമായ കർത്താവെ, ദൈവം വചനം സംസാരിക്കുന്ന അടിയിലൂടെയും ദൈവം കേൾക്കുന്ന എൻ്റെ മക്കളിലൂടെയും ദൈവമേ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കണമേ. ഞങ്ങളെവരെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ദൈവചിന്തയ്ക്കായിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 9-ാം വാക്യം: അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവരാജ്യത്തിലെ അവകാശം ശുദ്ധീകരണത്തിലൂടെ ആകണം എന്നാണ്. ക്രിസ്തീയ വിശ്വാസത്തിനും ആത്മീയതയ്ക്കും നിരക്കാത്ത പല അനാരോഗ്യ പ്രവണതകളും അസന്മാർഗീയ രീതികളും നിലനിരുന്ന കൊരിന്ത്യ സഭയെ നവീകരിക്കണമെന്നും ശുദ്ധീകരണത്തിലേക്കുള്ള നയിക്കുന്നതിനും വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ അധ്യായം. ക്രൈസ്തവ ആത്മീയതയ്ക്ക് ചേരാത്ത 10 സ്വഭാവരീതിയിൽ ഈ വേദഭാഗത്ത് പറയുന്നു. ഈ പ്രവർത്തിക്കുന്നവരെ അന്യക്കാരെന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നതെന്നും തെറ്റായ ജീവിത രീതികൾ ഒന്നാണ് മദ്യപാനം അഥവാ ലഹരിയുടെ ആസക്തി. ആസക്തി എന്ന ഒരു രോഗാവസ്ഥ ആണെന്നും അതിനെ ചികിത്സയാണ് ആവശ്യമായിരിക്കുന്നതെന്നും വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നു. ആ രോഗാവസ്ഥയിൽ നിന്നുള്ള വിമോചനം ആത്മീയതയുടെ പൊരുൾ തേടലാണ്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവ ശുദ്ധീകരണത്തിനു വേണ്ടി ആത്മീയതയുടെ ജീവന്റെ സന്മാർഗികതയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായിരിക്കുന്നത് പോലെ സന്മാർഗികത ഇല്ലാത്ത ആത്മീയ നിർജീവമാണ്. നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. നമ്മൾ ദൈവത്തിൻ്റെ പാതയിലും വിശ്വാസത്തിലും കൂടെയാണോ കടന്നു പോകുന്നത് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവികമായ അവകാശങ്ങളും പദവികളും ജ്ഞാനത്തിൽ മാത്രം അഥവാ സഭാംഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പകരം സന്മാർഗതയിൽ ചാലിച്ച ഒരാത്മീയ ജീവിതത്തിൽ കൂടിയാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ ശക്തി പകരുന്ന പക്വമായ ആത്മീയതയ്ക്ക് വിശ്വാസ സമൂഹത്തെ നൽകുന്നതിനുള്ള ദൗത്യമാണ് സഭയ്ക്കുള്ളത്. പക്വമായ ആത്മീയത വിശ്വാസ സമൂഹത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നതുമാണ്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് വായിക്കുമ്പോൾ തന്നെ നമ്മെല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ദൈവരാജ്യം എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവരാജ്യ അനുഭവത്തിൽ നിലനിന്ന് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മെക്കുറിച്ച് ഉള്ള ദൈവ ഇഷ്ടമാണ്. ദൈവരാജ്യ അനുഭവത്തിൽ നിന്നും സ്വയം അന്യപ്പെടുത്തുന്ന അന്യായങ്ങളിൽ നിന്നും തെറ്റായ പ്രവൃത്തികളിൽ നിന്ന് ശുദ്ധീകരണത്തിലൂടെ തിരികെ എത്തുവാൻ കഴിയുകയെന്നും നമ്മെക്കുറിച്ച് ദൈവ ഇഷ്ടമാണ്. പുതുക്കപ്പെട്ട മനസ്സിലൂടെ മാത്രമേ ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ കഴിയൂവെന്ന് വിശുദ്ധമായ പൗലോസ് റോമക്കെഴുതിയ ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിലൂടെ ശുദ്ധീകരണത്തിന് നിരന്തരം വിധേയപ്പെടേണ്ടതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. ഫലകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ് ക്രിസ്തുവിലൂടെ ശുദ്ധീകരണം. വിശ്വാസ ജീവിതത്തിൻ്റെ പൊരുത്തക്കേടുകൾ കണ്ടെത്താൻ കഴിയുന്നതും തിരുത്തുവാൻ കഴിയുന്നതും ആത്മീയ ജീവിതത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്. ആത്മീയതയുടെ പ്രസക്തി അന്വേഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അവനെൻ്റെ ആത്മീയതയെ അടയാളപ്പെടുത്തേണ്ട ബാധ്യത ഓരോ വിശ്വാസിക്കും ഉണ്ടെന്നുള്ളതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ വചനത്താൽ ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.